എനിക്ക് പുതിയ ഉപ്പിട്ടു ലില്യമ്മക്ക് കാണിച്ചു കൊടുത്തേ. ലില്യമ്മ പുതിയ ഉപ്പിട്ടു ഇവിടെയാണ് ലില്യമ്മ. സൂപ്പറായിരുന്നു. സുന്ദരനായിന്ന് പറയുന്നു. സുന്ദരന്ന് കാറ്റ പോവാന്ന് പറ. ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചുമ്മാ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മുടെ പ്ലാനിൽ പോലും ഇല്ലായിരുന്നു. നമ്മൾ വരുന്നു, ജീവചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കുന്നു, ഒരു ദിവസം നിൽക്കുന്നു, പോകുന്നു. ഇത് മാത്രമായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാൻ. ഇവിടെ നിന്ന് ഒരു 6 to 7 hours ഡ്രൈവാണ് വേളാങ്കണ്ണിക്കുള്ളത്. സോ അങ്ങോട്ട് പോയാലോ എന്ന് ആദ്യം തീരുമാനിച്ചെങ്കിലും സമയം തീരെ ഇല്ലാതെ ഇരുന്നുകൊണ്ട് നമ്മൾ ആ പ്ലാൻ മാറ്റി. നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇത് ഇപ്പോഴത്തെ വീഡിയോ ഒന്നല്ല കേട്ടോ. അന്ന് ഞങ്ങൾ പോയപ്പോൾ അവിടെ ഇലക്ഷൻ നടക്കായിരുന്നു. ഞങ്ങൾ ആദ്യം പോവാൻ വിചാരിച്ചത് മണൽമാത പള്ളിയിലോട്ടാണ്. സോ പോകുന്ന വഴിയിൽ ഈ റെഡ് ഡെസേർട്ട് കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അടിപൊളി ഹോം മെയ്ഡ് സംഭാരമൊക്കെ കുടിച്ച് റെഡ് ഡെസേർട്ട് കാണാൻ പോവാണ്. ഇത് ആക്ച്വലി ഗ്രീനറി ഉള്ള ഡെസേർട്ടാണ്. ഇവിടുത്തെ സോയിൽ എന്ന് പറയുന്നത് വളരെ യുണീക്കാണ്. ഇത് ആക്ച്വലി വളരെ ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് ഈ ഭൂമി വളരെ പവിത്രമാണെന്നാണ്. ഇത് കുറേ അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുഞ്ചുവിനെ കാണാതായത്. വന്നോളൂ കുഞ്ചു, കണ്ടുപിടിച്ചു. വർഷങ്ങൾ എടുത്തിട്ടുള്ള സോയിൽ ഇറോഷൻ കാരണമാണ് കേട്ടോ ഇത് ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അയേൺ ഓക്സൈഡിൻ്റെ ഹൈ കോൺസെൻട്രേഷൻ കാരണമാണ് ഈ മണലിന് ഇത്രയും റെഡ് കളർ വരാൻ കാരണമെന്ന് പറയുന്നത്. റെഡ് ഡെസേർട്ട് അറിയപ്പെടുന്നത് തെരിക്കാട് എന്നാണ് കേട്ടോ. സോ വിജിലിമ്പിച്ച് കിടന്ന ഈ തെരിക്കാടിൽ തേരാപ്പാര നടന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുക്കലായിരുന്നു ഞങ്ങളുടെ പണി. സൂപ്പർ മണ്ണെന്നും പറഞ്ഞ് അവിടെ കണ്ട കുപ്പിയും പാട്ടയിലൊക്കെ നിറച്ച് മണ്ണ് വാരി നാട്ടിലമ്മയുടെ ചെടിച്ചട്ടിയിലിടാൻ കൊണ്ടുപോവാണ്. ഈ തെരിക്കാട് വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. ഇതൊരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് അല്ലെങ്കിൽ കൂടിയും ഇവിടെ വരുന്നവരാരും ഇത് കാണാതെ പോകരുത് കേട്ടോ. കുട്ടാപ്പ് തെറിച്ചു പോണ് പറക്കണ്. പട്ടി ഓടി വരുന്ന വെച്ച് കുഞ്ഞുങ്ങൾക്കുള്ളതാണെങ്കിലും എവിടെ കണ്ടാലും ഞാൻ സീസോ വെറുതെ വിടില്ല. പണ്ട് മുതലേ അതൊരു വീക്ക്നെസ് ആണ്. നമ്മളിൽ ആർക്കാണ് വെയിറ്റ് കൂടുതലെന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ നോക്കുന്നത് ഈ സീസോയിൽ ഇരുന്നുകൊണ്ടാണ് കേട്ടോ. സോ ഇതാണ് അതിശയ മണൽമാത പള്ളി. ഇനി നമുക്ക് കുറച്ച് ചരിത്രം കേട്ടാലോ. ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഐതിഹ്യമൊക്കെ പറയാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതല്ലേ. സോ കേൾക്കുമ്പോൾ ബോറടിയാന്ന് തോന്നുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. സോ സെയിൻറ്റ് തോമസ് വന്ന സമയത്ത് അന്നത്തെ രാജാവിനും കുടുംബത്തിനും ഒരുപാട് അസുഖങ്ങളൊക്കെ ഹീൽ ചെയ്തത് വഴി രാജാവ് സെയിൻറ്റ് തോമസിന് 3 സെൻറ്റ് ഭൂമി ഡൊണേറ്റ് ചെയ്തു. അപ്പം AD 1339 അവിടെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസിക്ക് മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ മാതാവ് പറഞ്ഞതനുസരിച്ചിട്ടാണ് സെയിൻറ്റ് തോമസ് അവിടെ ഈ പള്ളി ആദ്യമായിട്ട് പണിതത്. മറിയെ ജിയോവാനി എന്ന് പറഞ്ഞ ബിഷപ്പാണ് ഈ പള്ളിയിൽ മാതാവിൻ്റെ ഒരു രൂപം സ്ഥാപിച്ചത്. പിന്നീട് AD 1548 വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ അവിടെ വരികയും ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ ചെയ്യുകയുണ്ടായി. AD 1598 ക്രിസ്തീയ വിശ്വാസിയായ ഒരു വിധവയെ അവിടുത്തെ ജനങ്ങൾ വേശ്യയായിട്ട് കുറ്റം ആരോപിക്കുകയും അന്നത്തെ രാജാവ് വളരെ ക്രൂരമായി ആ വിധവയെ കൊന്നുകളയുകയും ഉണ്ടായി.
സോ പിന്നീട് മണൽക്കാറ്റ് വന്ന് ആ പള്ളിയും അതുപോലെ തന്നെ ആ ഗ്രാമം ഉൾപ്പെടെ മൂടിപ്പോയി എന്നാണ് കേട്ടോ പറയുന്നത്. സോ അത് ആ വിധവയുടെ ശാപം കൊണ്ട് ദൈവകോപത്താൽ മൂടിപ്പോയെന്നാണ് അവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ തിയററ്റിക്കൽ സൈഡ് വേറെ ഉണ്ടാവും കേട്ടോ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം AD 1798 ഒരാട് മേയ്ക്കാൻ വന്ന ആള് മണ്ണിൻ്റെ അടിയിൽ കുരിശ് കാണുകയും സൊക്കൻ കുടിയിരിപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ആളുകളെ അറിയിക്കുകയും അങ്ങനെ അവരെല്ലാവരും കൂടെ പോയി ആ കുരിശിനോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന പള്ളിയും പരിസരവും വീണ്ടെടുത്ത് പുനരുദ്ധരിക്കുകയാണ് ഉണ്ടായത്. അപ്പം നമ്മൾ കണ്ടതിൽ താഴെ പഴയ പള്ളിയും അതുപോലെ തന്നെ മുകളിൽ കണ്ടത് പുതിയ പള്ളിയാണ് കേട്ടോ. സോ ഇനി നമ്മൾ പോകുന്നത് മണപ്പാട് ഹോളി ക്രോസ് ചർച്ചിലേക്കാണ്. ഇത് ചിന്ന ജെറുസലേം എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. തൂത്തുക്കുടിയിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ആണ് കേട്ടോ ഇങ്ങോട്ട്. ഈ ഹോളി ക്രോസ് ചർച്ചിൻ്റെ 3 വശവും കടലാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ കടൽ പെൺകടലെന്നും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ആൺകടലെന്നും ആണ് കേട്ടോ അറിയപ്പെടുന്നത്. പെൺകടൽ വളരെ ശാന്തവും ആൺകടൽ തീരെ ശാന്തമല്ലാത്തതുമാണ്. പിന്നെ സിംഗം 2 മൂവിയുടെ മെയിൻ ലൊക്കേഷനുകളിൽ ഒന്നാണ് മണപ്പാട് പള്ളിയും അതിൻ്റെ പരിസരങ്ങളും. സോ നമുക്ക് ട്രഡീഷണൽ സ്റ്റോറിയിൽ നിന്ന് തന്നെ തുടങ്ങാം. 1540 ഒരു പോർച്ചുഗീസ് വ്യാപാര കപ്പൽ കിഴക്കോട്ടുള്ള യാത്രാമധ്യേ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ശക്തമായ കൊടുങ്കാറ്റുണ്ടാവുകയും അങ്ങനെ കപ്പൽ പായ്മരം തകർന്ന് വലിയ അപകടത്തിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ക്യാപ്റ്റൻ പ്രാർത്ഥിക്കുകയും ആ പിളർന്ന കൊടിമരം കൊണ്ട് ഒരു കുരിശ് നിർമ്മിച്ച് സുരക്ഷിതമായി എത്തുന്ന സ്ഥലത്ത് അത് സ്ഥാപിക്കുമെന്ന് ഒരു പ്രതിജ്ഞ എടുക്കുകയുണ്ടായി. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ആ കപ്പൽ കുലശേഖരപട്ടണം തുറമുഖത്ത് വന്നു ചേർന്നു. സോ ഈ പള്ളിയിലെ കുരിശ് നിർമ്മിച്ചത് അങ്ങനെയാണ്. പിന്നെ ഗ്രിഗറി 13 മാർപ്പാപ്പ ജെറുസലേമിൽ നിന്നുള്ള വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് ഇന്ത്യയിൽ ആദ്യമായി കൊടുത്തുവിടുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. പിന്നീട് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വരികയും ചെറിയൊരു ഗുഹയിൽ താമസിച്ച് സുവിശേഷ പ്രഘോഷണം നടത്തി ഒരുപാട് പേരെ സുഖപ്പെടുത്തുകയുണ്ടായി. കിണറ്റിലെ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് ഒരു താപസ ജീവിതം നയിച്ചത് ഇവിടെയാണ് കേട്ടോ. ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ കയ്യിൽ നിന്ന് കടലിൽ കാറ്റും കോളും ഉണ്ടായപ്പോൾ ഒരു കുരിശുരൂപം നഷ്ടപ്പെട്ടിരുന്നു. അത് ഈ ഗുഹയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഞണ്ട് കടലിൽ നിന്ന് വന്ന് കൊണ്ട് ആളുടെ കയ്യിൽ കൊടുത്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കടൽ തീരം ഒരു വ്യത്യസ്തമായ യൂറോപ്യൻ ശൈലിയിലുള്ള കടൽ തീരമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് കേട്ടോ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഉപയോഗിച്ചിരുന്ന കിണർ. വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ അന്ന്, അതായത് സെപ്റ്റംബർ 14 കേട്ടോ ഇവിടുത്തെ ഈ കുരിശ് പരസ്യ വണക്കത്തിനായിട്ട് വെക്കുന്നത്. ഇതിൽ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് റിയൽ കുരിശിൽ തൊട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രതീതിയാണ് കിട്ടുക. സോ ഇന്നത്തെ യാത്രയിൽ നമ്മൾ 2 പള്ളികളാണ് കണ്ടത്. മണൽമാത പള്ളിയും അതുപോലെ തന്നെ ഹോളി ക്രോസ് മണപ്പാട് ഹോളി ക്രോസ് ചർച്ചും. സോ അതോടൊപ്പം തന്നെ നമ്മൾ റെഡ് ഡെസേർട്ടും കണ്ടു. അങ്ങനെ ഒരു 1 ഡേ നമ്മൾ പ്രാർത്ഥനയിലും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ദിവസം കഴിഞ്ഞത്. സോ ഈ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.